ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം തീർന്നു പോയി എന്ന് ഭാരത്തോടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം തീർന്നു പോകത്തില്ലെന്ന് മാത്രമല്ല, നിത്യജീവന്റെ പ്രത്യാശ നിങ്ങൾക്കുണ്ട്. ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ ലോകത്തിലെ ജയകരമായ ജീവിതം എൻ്റെ ഏതാണ്ട് തീരാറായി, എന്നാൽ നിത്യജീവനെങ്കിലും കിട്ടുമെങ്കിൽ അതാട്ടെ എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ ആ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഉള്ളിൽ എന്തോ സംഭവമുണ്ട്. ആ മെസ്സേജ് പവർ വിഷൻ ചാനലിൽ ആ മെസ്സേജ് വന്നത്. സ്വർഗീയ വിരുന്ന സഭയിലെ തോമസ് ഊട്ടി ആയിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസവും 11 മണിക്ക്, രാത്രി 11 മണിക്ക് ആ മെസ്സേജ് കേൾക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി. ഞാൻ പിറ്റേ ദിവസം ആ മെസ്സേജ് കേൾക്കാനായിട്ട് ഇരുന്നു. അപ്പോഴും ഞാൻ മദ്യപിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ പിറ്റേ ദിവസം കേട്ടു. അങ്ങനെ 5 ദിവസം അടുപ്പിച്ച് ആ മെസ്സേജ് കേൾക്കാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 5 ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒന്ന് എനിക്ക് ഉണ്ടായി. ഞാൻ 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ കോട്ടയത്ത് സ്വർഗീയ വിരുന്നിൻ്റെ ടെൻറ്റിൽ പോകാൻ കർത്താവ് ഇടയാക്കി. ആ മെസ്സേജ് എന്നെ കൊണ്ട് എത്തിച്ചത് കോട്ടയത്തെ സ്വർഗീയ വിരുന്നിൻ്റെ ടെൻറ്റിലാണ്. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ബസ്സിൽ കയറി, നടക്കാൻ കഴിയാതെ, നിൽക്കാൻ കഴിയാതെ, വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ നടന്നു പോകുന്നത്. എനിക്ക് സൈഡിലെല്ലാം തൂണിൽ പിടിച്ച് ബസ്സിലൊക്കെ കയറി പോകുന്നത്. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ആ അവസ്ഥയിൽ ഞാൻ ചെന്ന് മീറ്റിങ്ങിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആരാധന നടക്കുക. വലിയ ആരാധന. അന്നേരം 10,000-10,000 ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് ആരാധനയ്ക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പലപ്പോഴും പള്ളികളിലൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു പുതിയ ടൈപ്പ് ആരാധന. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരെയൊക്കെ നോക്കി കുറേ നേരമൊക്കെ ചുറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ആൾക്കാരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പതുക്കെ ഞാൻ സ്റ്റേജിലോട്ട് നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടിക്കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ സ്റ്റേജിലോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ആരാധിക്കുന്ന ആ ചെറുപ്പക്കാരനും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. മൊത്തം എൻ്റെ മുമ്പിൽ ആരുമില്ല, കാണുന്നില്ല. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നെ കൈ ചൂണ്ടി, ഞാൻ കേൾക്കുന്ന പോലെ എൻ്റെ മുഖത്തോട് ചൂണ്ടി പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 1 അല്ല 2 അല്ല, ഒരു 7-8 തവണ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി. എനിക്ക് കരം മേപ്പോട്ട്, എല്ലാവരും കരം ഉയർത്തുന്നു, ആരാധിക്കുന്നു. പക്ഷെ എനിക്ക് അതുവരെ ഒന്നും ചെയ്യാൻ കഴിയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ശക്തി എൻ്റെ മേൽ വന്ന് ഞാൻ കരം മേപ്പോട്ട് ഉയർത്തി, കണ്ണ് അടച്ചു. ഉടനെ ആ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്നും അടുത്ത വാക്യം വരിക, അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുക. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാര ഒഴുകാൻ തുടങ്ങി. ഞാൻ കണ്ണടച്ചു. ഒരു ശക്തി എൻ്റെ മേൽ വന്നു. അന്ന് വരെ അനുഭവിക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് നിൽക്കാൻ വയ്യ. കണ്ണുനീർ കൊണ്ട് എൻ്റെ ഉടുപ്പും പാൻറ്റും എല്ലാം നനയാൻ തുടങ്ങി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് അത് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പം ആ സഹോദരൻ ഇതെല്ലാം പറഞ്ഞിട്ട് സന്തോഷിച്ച് ആരാധിച്ച് മൈക്കെല്ലാം തൊട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൊടുത്തിട്ട് ആ സഹോദരൻ സൈഡിലോട്ട് പോയി നിന്നു. ഞാനപ്പോൾ ചിന്തിച്ചു, ആ സഹോദരൻ ഇങ്ങനെ പറയുന്നത്. അപ്പം പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ആ സഹോദരൻ ഇത് പറയാം, ഒരു കുഴപ്പവുമില്ല. കാര്യം ആ സഹോദരൻ സന്തോഷിച്ച് ആനന്ദിച്ച് തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ അവസ്ഥ ആ സഹോദരൻ അറിയുമോ? ആ സഹോദരൻ എൻ്റെ അവസ്ഥ അറിയത്തില്ല. ഞാൻ എങ്ങനെ വന്നേക്കുന്നത്, എൻ്റെ അവസ്ഥ എന്തു, എൻ്റെ ജീവിതം തീർന്നു പോകാൻ ആ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത്. ആ സഹോദരൻ വിളിച്ചു പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഇന്നത് കാണുന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കർത്താവ് കൂടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാഗൽഭ്യത്തോടെ അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചെങ്കിൽ, ഇന്ന് എന്നെ കാണുന്ന ആരെങ്കിലും ആ ചിന്തയോടെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനായ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. ചിന്താകുലം വഹിക്കാൻ കഴിവുള്ളവൻ ശക്തനായ ഒറ്റ കർത്താവേ ഉള്ളൂ എന്ന് ഇപ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോടെ, തൻ്റെ ഇടത്തോടെ, ധൈര്യത്തോടെ പറയാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ തോമസ് പെട്ടെന്ന് മൈക്കെടുത്തു. തോമസ് പറഞ്ഞു, ഇന്ന് ഈ ടെൻറ്റിൽ വന്നിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ഈ സഭയിലെ അഭിഷേകം നിറഞ്ഞ ദൈവമക്കൾ, ധൈര്യമുള്ളവർ, വചനം പറയുന്ന രോഗികളുടെ മേൽ നിങ്ങൾ കരം വെച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നുള്ള വചനം, ആ വചനത്തിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ കരം വയ്ക്കാൻ ധൈര്യമുള്ളവർ, തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഇന്ന് ഈ സഭയിൽ വന്നിട്ടുള്ള രോഗികളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ രോഗിയാണെന്നോ ആരൊക്കെ രോഗിയാണെന്നോ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് 5-6 പേർ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചുറ്റും നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുക. അടുത്തൊരു ടീം വന്നു, അവരും പ്രാർത്ഥിക്കാൻ വന്നു. 3ാമത് വന്ന ടീമിന് ഏറ്റവും മുൻപിൽ നിന്ന ഒരു സഹോദരൻ എൻ്റെ നെഞ്ചത്തോട്ട് കരം വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ രോഗവിവരം മുഴുവൻ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഈ സഹോദരൻ നോക്കി. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. എൻ്റെ രോഗവിവരം ഞാൻ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല. ഈ ടെൻറ്റിലുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഇതെങ്ങനെ ഈ സഹോദരൻ പറയുന്നു? പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, സഹോദര, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യും എന്നൊക്കെ പറഞ്ഞു.
മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ പെട്ടെന്ന് തോമസ് ടൂർ പറഞ്ഞു, ഇനി എല്ലാവരും ഇരുന്നാട്ടെ, നമുക്ക് സാക്ഷ്യങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്നു പോയി. അന്നേരം ഉണ്ടായ സാക്ഷ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഈ സഹോദരൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഈ വിവരങ്ങൾ പറഞ്ഞ സഹോദരൻ, ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഞാനിങ്ങനെ നോക്കുക, ആളിനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു എൻ്റെ അടുത്തിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദരനെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നത് അത്ഭുതകരമായി സഹോദരനെ വിടുവിക്കാനാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യും. മീറ്റിംഗ് കഴിയുമ്പോൾ തോമസ് ടൂറിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് ആ സഹോദരൻ മുമ്പോട്ടങ്ങ് നടന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തോമസ് ടൂറിന് പ്രാർത്ഥിക്കാൻ ഞാൻ പോയി നിൽക്കുക. ഒരു 2 മണിക്കൂറോളം നിന്നു, കാണാൻ പറ്റിയില്ല. അവസാനം തോമസ് ടൂറിനെ കണ്ടു. തോമസ് ടൂർ പ്രാർത്ഥിക്കാൻ, എനിക്ക് തോമസ് ടൂറിനെ അറിയത്തില്ല, തോമസ് ടൂറിനെ എന്നെ അറിയത്തില്ല. ഞാൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. പ്രാർത്ഥിക്കുന്ന സമയം തോമസ് ടൂർ ഇതേ കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ മറിഞ്ഞു വീണിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദര, കരയാനല്ല ഇവിടെ വന്നത്, സഹോദരനെ അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് ഈ സ്റ്റേജിൽ തന്നെ നിർത്താൻ പോവുക. സഹോദരൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് കുറേ കാര്യം. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചത് സഹോദരൻ രോഗിയായിട്ടിരിക്കാനല്ല. ഇങ്ങനെ കുറേയധികം വചനങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി, എന്നെ രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി. ഞാൻ സന്തോഷത്തോടെ, എനിക്ക് അതുവരെ കിട്ടാത്ത ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. എനിക്കൊരു കാര്യം മനസ്സിലായത്, TV കണ്ടത് യാദൃച്ഛികമല്ല. കോട്ടയത്തെ സ്വർഗീയവിരുന്നിൻ്റെ ടെൻറ്റിൽ കടന്നു വന്നതും യാദൃച്ഛികമല്ല. വചനം പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. അങ്ങനെ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവർ മാത്രമേ ഇങ്ങനെ കടന്നു വരുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എന്നെ കണ്ടതുകൊണ്ടാണ് ഈ TV കാണാനും ഈ സ്വർഗീയവിരുന്നിൻ്റെ ടെൻറ്റിൽ കടന്നു വരാനും കർത്താവ് എനിക്ക് അനുവദിച്ചത്, എനിക്കതിന് ഭാഗ്യം തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിൻ്റെ പദ്ധതി എൻ്റെ മേലുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ കടന്നു വരാൻ കഴിഞ്ഞത്. ഞാൻ ഭവനത്തിൽ മടങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. അവിടെ ചെന്ന സമയം ആദ്യത്തെ 1-2 ദിവസം വളരെ സന്തോഷത്തോടെ ഇരിക്കും. അത് കഴിയുമ്പം വീണ്ടും ഡൗൺ ആവും. കൂട്ടായ്മ ബന്ധമില്ല. ബുധനാഴ്ച മുതൽ വീണ്ടും ഡൗൺ ആവും. എങ്ങനെങ്കിലും ഞായറാഴ്ചയാകണം, എനിക്ക് കോട്ടയത്ത് ആരാധനയ്ക്ക് പോകണം. അങ്ങനെ 2-3 ആഴ്ച ഞാൻ ആരാധനയ്ക്ക് വന്നു. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ആരാധനയ്ക്ക് ഇവിടം വരെ വന്ന് ആരാധന സംബന്ധിക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ അവിടെ നിന്ന് 100 കിലോമീറ്ററോളം ഉണ്ട് കോട്ടയത്ത് വരെ വരാൻ. അതുകൊണ്ട് കോട്ടയത്ത് പോയി ആരാധന സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ബുദ്ധിമുട്ട്. അതും ബസ്സിലൊക്കെ കയറി പോകണം, സമയം കിട്ടത്തില്ല. അത് കാരണം ഞാൻ കോട്ടയത്ത് വിളിച്ച് ചോദിച്ചു, ഞങ്ങളുടെ അടുത്ത് പത്തനാപുരത്തിനടുത്ത് എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കോഴഞ്ചേരിയിൽ ഒരു നമ്പർ തന്നു. കോഴഞ്ചേരി ഞങ്ങൾക്ക് 50 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് പുനലൂരിൽ ഒരു ചെറിയ ഒരു കൂട്ടായ്മ, ഒരു വീട്ടിൽ ഒരു ചെറിയ കൂട്ടായ്മ നടക്കുന്നുണ്ട്, അതിൻ്റെ നമ്പർ തന്നു. ഞാൻ അവരുമായി കോണ്ടാക്ട് ചെയ്തു. ഞാൻ 2007 ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാൻ ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അവിടെ ഞാൻ കടന്നു ചെല്ലുമ്പം ഒരു വീട്ടിൽ 10-15 പേരെ മാത്രമുള്ള ചെറിയൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ തന്നെ അന്ന് ആ മീറ്റിങ്ങിന് പോകാൻ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങിന് തടസ്സങ്ങളുണ്ടായിട്ട് ഞാൻ എങ്ങനെയോ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ബൈക്ക് ഓടിച്ച്, ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്ക് നിർത്തിയാൽ ഞാൻ തറയിൽ വീഴും, തലയ്ക്ക് ഇംബാലൻസ്. പക്ഷെ അന്ന് എങ്ങനെ ബൈക്ക് ഓടിച്ച് ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടുത്തെ സഹോദരൻ വന്ന് കൈ തന്നെ എന്നെ അകത്ത് കയറ്റി. ഞാൻ ചെല്ലുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഇരുന്നിട്ട് ഇവരെ പരിഹാസത്തോടെ ഇങ്ങനെ എനിക്ക് ചിരി വരുമോ ഇവർ ആരാധന കാണുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, സഹോദരൻ തകർന്ന ഇവിടെ കടന്നു വന്നേക്കുന്നു, സഹോദരൻ ആത്മഹത്യയുടെ വക്കിലാന്ന് പറഞ്ഞ് എന്നെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞാനപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, കോട്ടയത്ത് ചെന്നപ്പോഴും ഇതേപോലെ കുറേ കാര്യങ്ങൾ അവിടെയുള്ള സഹോദരന്മാരും പറഞ്ഞു. ഇവരിങ്ങനെയും പറയും, ഇതെന്തോ ഒരു സംഭവമുണ്ട്. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ ചിരിയെല്ലാം മാറി ഞാൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് സഹോദരന്മാരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നെ അവർ എന്നെ ബലപ്പെടുത്തി, സഹോദര ധൈര്യമായിട്ട് പോകും, കർത്താവ് അത്ഭുതം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് മീറ്റിങ്ങിന് വന്നൊരു സഹോദരൻ, ആ സഹോദരൻ എടുത്തു വന്ന് പറഞ്ഞു, ബ്രദറെ, ഇന്ന് രാത്രിയിൽ കർത്താവ് ബ്രദറിനെ തൊടും. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരൻ എങ്ങനെയായി തൊടുന്നത്? എനിക്കറിയത്തില്ല. അപ്പോൾ ആ സഹോദരനും ഒന്നും അറിയത്തില്ല. ആ സഹോദരൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞ് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ, സഹോദരൻ അതെനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ അങ്ങ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദരൻ ഇന്ന് രാത്രിയിൽ സഹോദരൻ ഉണരുമ്പോൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ സഹോദരൻ അങ്ങ് പോയി. പിന്നെ ചോദിക്കാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ രാത്രിയിൽ ഉണരുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയിൽ ഉറങ്ങാറില്ല, ഉറക്കമില്ലാത്ത രാത്രികളാണ് എൻ്റെ. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചില്ല കാര്യം. പിന്നെ ചോദിച്ച് ആ സഹോദരൻ ഒരു കൺഫ്യൂഷൻ ആക്കണ്ട, ആ സഹോദരൻ അങ്ങ് പോയി. അന്ന് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുന്ന് വീട്ടിൽ വന്നു. പക്ഷെ 5-6 മാസക്കാലം ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ അന്ന് ഞാൻ ചെന്ന് കിടന്നു, ഞാൻ ഉറങ്ങിയത് ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആഹാരം പോലും കഴിച്ചില്ല. ഞാൻ കിടന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോയി. ഏതോ ഒരു സമയം രാത്രിയിൽ ഞാൻ അറിയാതെ ഉണർന്നു.
അറിയാതെ ഉണർന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണർന്നിങ്ങനെ കിടക്കുമ്പം എൻ്റെ ഉള്ളിൽ ആ സഹോദരൻ പറഞ്ഞത് വന്നു, ഉണരുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ എഴുന്നേറ്റിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റിരുന്ന് നമുക്ക് അറിയാവുന്ന ചില പ്രാർത്ഥനകളേ ഉള്ളൂ. പക്ഷേ ഈ സ്വർഗീയ വിരുന്നിൻ്റെ മീറ്റിംഗ് കൂട്ടായ്മയൊക്കെ പോയി അവിടെ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോട് ചോദിക്കുന്നത് പോലെ എന്തും ചോദിക്കാം, സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് എന്തും നൽകി തരുന്ന പിതാവ എന്നൊക്കെ പറഞ്ഞപ്പം അത് കേട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാ, എൻ്റെ അവസ്ഥ ഇന്നതാ, നിന്റെ ഹിതം എന്നിൽ നിറവേറണം, നിന്റെ കരങ്ങളിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുക. എനിക്ക് വേറൊന്നും അറിയത്തില്ല പ്രാർത്ഥിക്കാൻ. ഞാൻ രാത്രി പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ഹിതം എന്നിൽ നിറവേറണം, ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തു. ഞാൻ കണ്ണടച്ചിരിക്കും. പക്ഷെ അന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നതിനെല്ലാം എനിക്കന്ന് മറുപടി കിട്ടിക്കൊണ്ടേയിരുന്നു. പറയുന്നതൊക്കെ ആരോ എനിക്ക് ഇങ്ങനെ ഒരു പ്രതികരണം എനിക്ക് വന്നുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അതുവരെ അങ്ങനെ അനുഭവമില്ല. ഞാൻ കണ്ണടച്ച് എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അവനെ നോക്കുമ്പോൾ മാത്രം ആകെയുള്ള വിഷമം. കൊച്ചു കുഞ്ഞ് ഉറങ്ങിക്കൊണ്ട് കിടക്കുക. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറുകൾ ഞാൻ ആരുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊരാൾ വന്ന് ഇരിക്കുന്ന ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എൻ്റെ അടുത്തിരുന്ന് എൻ്റെ പുറത്തിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കി, ഉറങ്ങുന്ന കുഞ്ഞ് അവൻ ഉണർന്നയാണെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ കിടന്നുറങ്ങുക. വീണ്ടും ഞാൻ കണ്ണടച്ച് വീണ്ടും ഇതേ അനുഭവം. ഞാൻ ഈ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ അതിനെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ കാതിൽ കേൾക്കാം, നീ മരിക്കാനുള്ളവനല്ല, നീ ജീവിച്ചിരുന്ന് എൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഇത് കേട്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും ഈ ശബ്ദം എൻ്റെ ചെവിയിൽ കേട്ടു. മൂന്നാമത് ഈ ശബ്ദം എൻ്റെ ചെവിയിൽ കേട്ടു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അവിടെ എല്ലാ അമ്പലങ്ങളിലെല്ലാം മൈക്കിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അതിൻ്റെ വല്ല ശബ്ദമായിരിക്കുമെന്ന്. എനിക്ക് എന്തോ ഒരു സന്തോഷം കിട്ടിയതുപോലെ ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ സന്തോഷമായിട്ട് ഉറങ്ങി. അന്ന് വരെ ഉറങ്ങാത്ത തരത്തിൽ ഞാൻ ആ രാത്രിയിൽ ഉറങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ദേഹത്ത് വേദനയിലൊന്നുമില്ല. അതിനു മുമ്പ് ഞാൻ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അരമണിക്കൂർ എടുക്കും. എൻ്റെ കൈ ഒന്ന് വളയ്ക്കണമെങ്കിൽ അരമണിക്കൂർ എടുക്കും. അങ്ങനെ ദേഹം മുഴുവൻ വേദന. രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. പല്ല് തേക്കാൻ കഴിയത്തില്ല, മുടി ചെയ്യുവാൻ കഴിയത്തില്ല, കുളിക്കാൻ കഴിയത്തില്ല. വലിയ പാടുപെട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതെനിക്ക് ഉള്ളിലോട്ട് ഈ രോഗത്തിന്റെ കാര്യം പോലും വരുന്നില്ല. ഞാൻ പെട്ടെന്ന് പല്ലൊക്കെ തേച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ബെഡ്റൂമിൽ വന്ന് മുഖം തോർത്തിക്കൊണ്ട് നിന്ന സമയത്ത് കുഞ്ഞിനെ സ്കൂളിൽ പോകണം. അവനെ വിളിക്കാൻ വേണ്ടി എൻ്റെ കൈ നീട്ടുന്ന സമയം, കൈ അവൻ്റെ തൊട്ടില്ല, തൊടാനിങ്ങനെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ, ഇന്നലെ വരെ ഞാൻ ഇതൊന്നും ചെയ്തിരുന്നില്ലല്ലോ, ഇന്നിപ്പോൾ എന്നാ പറ്റിയേ, ഇന്ന് രാവിലെ എന്തുവാ പറ്റിയെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ മുഖത്ത് തോർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയം പെട്ടെന്ന് തലേ ദിവസം കേട്ട അതേ ദൈവശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. നീ മരിക്കാനുള്ളവനല്ല, നീ ജീവിച്ചിരുന്ന് എൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നുള്ള ശബ്ദം വീണ്ടും എൻ്റെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് കർത്താവ് തന്നെയാ, ഇത് ദൈവം തന്നെയാ. ഞാൻ പെട്ടെന്ന് എൻ്റെ മുട്ട് മടക്കി അവിടെ ഇരുന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, നിന്നിൽ നിന്ന് അകലാവുന്ന അത്ര അകന്ന് ജീവിച്ചിട്ടും നിന്റെ സ്നേഹം എന്നെ തേടിയെത്തിയുള്ളൂ. ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ വീണ്ടും സമർപ്പിക്കാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുക, എനിക്ക് മറ്റൊന്നുമില്ല. നീ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടിയാ, സ്തോത്രം. ഞാൻ മുട്ടുമേലെന്ന് പറഞ്ഞു, കർത്താവെ, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുക, എൻ്റെ ജീവിതം പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുക, ഇനി നിന്റെ ഹിതം എൻ്റെ നിറവേറണം, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുമേലിരുന്നു, കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 4 മാസക്കാലമായി കോടതിയിൽ പോയിട്ട്, ഞാൻ അസുഖം വന്നതിന് ശേഷം എൻ്റെ കേസുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ വക്കീലന്മാരെ ഏൽപ്പിക്കുകയും പുതിയ കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാതായി. ഞാൻ കോടതിയിൽ പോയിട്ട് തന്നെ 4 മാസക്കാലമായി. അങ്ങനെ ഓഫീസ് വർക്കൊന്നും നോക്കാൻ കഴിയത്തില്ല, പോകാൻ ആ അവസ്ഥയിരിക്കും. എനിക്ക് രാവിലെ നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു ആരോഗ്യം വന്നപ്പോൾ ഞാൻ നേരെ കോടതിയിൽ പോകാനായിട്ട് തീരുമാനിച്ച് ഞാൻ എൻ്റെ പുതിയ ബൈബിൾ പോയി മേടിച്ചു. എന്നിട്ട് ഈ സ്വർഗീയ വിരുന്നിൻ്റെ കൂട്ടം എവിടൊക്കെ ഉണ്ടോ, പുതിയ വലിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടോ, അതെല്ലാം ടി വിയിൽ കാണും. ആ മീറ്റിങ്ങുകൾക്കെല്ലാം ഞാൻ പോകാൻ തുടങ്ങി. എല്ലാ മീറ്റിങ്ങുകൾക്കും ഞാനൊരു ഭ്രാന്തനെ പോലെ ഓടാൻ തുടങ്ങി. എല്ലാ മീറ്റിങ്ങിനും പോയി, ആ മീറ്റിങ്ങിൽ പോയി ദൈവവചനങ്ങൾ കേൾക്കുന്നു. ഞാൻ ബലപ്പെടാൻ തുടങ്ങി. വചനം പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ തന്നെ വെളിപ്പെടുത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം കർത്താവ് എനിക്ക് വേണ്ടുന്ന ആലോചനകൾ, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവദാസന്മാരുടെ വായിലൂടെ എനിക്ക് വേണ്ടുന്ന പകർന്നു തന്നു. എൻ്റെ പേര് ദൈവദാസന്മാരുടെ വായിലൂടെ വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് RCCയിലോട്ട് റെഫർ ചെയ്ത് 3 ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞു. ഞാൻ മടങ്ങി വന്നു. ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഏതായാലും ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്ക് എൻ്റെ തലയുടെ ഇംബാലൻസ് ഒഴിച്ച് ബാക്കി മുഴുവൻ വേദനയും കർത്താവ് മാറ്റി, പൂർണ്ണമായി എനിക്ക് മാറി. അന്ന് ഞാൻ അവിടെ RCC പോയി ഇരിക്കുമ്പം 3 ദിവസം കൊണ്ട് ഞാൻ 12 ഡെഡ് ബോഡി എൻ്റെ മുമ്പിലൂടെ പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു ദിവസം ഇതുപോലെ ഒരു പെട്ടിക്കകത്ത് കയറി പോകാനുള്ളതാണ് ഞാൻ. കാര്യം ഞാൻ അതിന് 2 വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ
ഡെഡ് ബോഡിയുമായി ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അവിടെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ സാധാരണ കരച്ചിൽ കേൾക്കാറില്ല. കാര്യം ആൾക്കാരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഇവിടെ വന്ന് കയറിയാൽ ഒരു ദിവസം ഇങ്ങനെ തിരിച്ചു പോകേണ്ടി വരും. അത് സാധാരണയാണ് അവിടെ. കാര്യം അതൊരു പ്രത്യേക ഒരു കാര്യമല്ല, അത് സാധാരണ നടക്കുന്നത്. അപ്പം ഞാനും ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം ഇതുപോലെ പെട്ടിയിൽ കയറി ഡെഡ് ബോഡിയായിട്ട് പോകാനുള്ളതാണ്. ഇത് കൂടിപ്പോ 2 അല്ല 3 അല്ല 4 അല്ല 5 മാസം കഴിയുമ്പോൾ ഇത് സംഭവിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ ഞാൻ വിശ്വാസത്തിലൊക്കെ വന്ന്